ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 15-ാം നൂറ്റാണ്ടിൽ മഹാരാഷ്ട്രയിൽ ജീവിച്ചിരുന്ന കൃഷ്ണഭക്തനായിരുന്നു സേനനാവി. സേന ജനിച്ചത് ഒരു ശൂരകനായിട്ടായിരുന്നു. ദണ്ഡാൽക്കർ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ബാർബറുമായിരുന്നു അദ്ദേഹം. മാധവനോടുള്ള സ്നേഹത്താൽ ജോലി ഉപേക്ഷിച്ച് ശ്രീകൃഷ്ണ കീർത്തനങ്ങൾ രചിച്ച് അത് നാട് നീളെ പാടി നടന്നു. ഒരു ദിവസം രാജ്യത്തെ മുസ്ലിം രാജാവ് സേനനെ വിളിച്ചു കൊണ്ടുവരാൻ ദൂതനെ അയച്ചു. സേന ഭഗവാനെ പൂജിക്കുന്ന തിരക്കിലായതുകൊണ്ട് സേന വീട്ടിലില്ലെന്ന് അറിയിക്കാനായി ഭാര്യയെ ചുമതലപ്പെടുത്തി. അദ്ദേഹം ഇത് പലതവണ ആവർത്തിച്ചു. സേനൻ്റെ അയൽവാസിയായ ഒരാൾ കൊട്ടാരത്തിൽ ചെന്ന് സേന വീട്ടിലുണ്ടായിരുന്നു എന്നും കൃഷ്ണപൂജയിലായിരുന്നു എന്നും അറിയിച്ചു. രോഷാകുലനായ രാജാവ് സേനനെ അറസ്റ്റ് ചെയ്ത് കൈകാലുകൾ ബന്ധിച്ച് നദിയിലേക്ക് എറിയാൻ ആജ്ഞാപിച്ചു. ഇതൊന്നും അറിയാതെ സേന ശ്രീകൃഷ്ണ ആരാധനയിൽ മുഴുകി. അടുത്ത നിമിഷത്തിൽ തന്നെ സേന കൊട്ടാരത്തിലെത്തി. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, "അല്ലയോ രാജാവേ, ക്ഷമിക്കണം, ഞാൻ അടുത്ത ഗ്രാമത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വരാൻ വൈകിയത്." രാജാവ് തിരിഞ്ഞു നോക്കിയപ്പോൾ സേന ഒരു സഞ്ചിയും തൂക്കി മുൻപിൽ നിൽക്കുന്നു. ആ സഞ്ചിയിൽ ജോലിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. പതിവ് പോലെ രാജാവിനെ ഒരു പീഠത്തിലിരുത്തി രാജാവിൻ്റെ തലയിൽ എണ്ണ ഒഴിച്ച് തിരുമുമ്പോൾ രാജാവിൻ്റെ ദൃഷ്ടി എണ്ണ ഒഴിച്ച തളികയിലേക്ക് പതിഞ്ഞു. തളികയിൽ ആയുധധാരികളായ ശ്രീകൃഷ്ണ ഭഗവാന്റെ 4 രൂപങ്ങൾ കണ്ട് രാജാവ് ഞെട്ടിത്തരിച്ചു. രാജാവ് മോഹാലസ്യപ്പെട്ട് വീഴുകയും ചെയ്തു. ബോധം ഉണർന്ന രാജാവ് സേനയ്ക്ക് ഒരു ബാഗ് നിറയെ സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു. സേനയാകട്ടെ സ്വർണ്ണ നാണയങ്ങൾ പണിയായുധങ്ങൾ വയ്ക്കുന്ന സഞ്ചിയിലിട്ട് വീട്ടിൽ കൊണ്ടുവച്ച് അപ്രത്യക്ഷമായി. രാജാവിന് സ്ഥലകാല ബോധം ഇല്ലാതായി. മരണഭയമുണ്ടായ രാജാവ് സേനയെ വീണ്ടും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. താൻ പിടിക്കപ്പെട്ടു എന്ന് കരുതി ഭയപ്പെട്ട സേന കൊട്ടാരത്തിലെത്തി. സേനയെ കണ്ട രാജാവ് ഓടി വന്ന് സേനയെ വന്ദിച്ചു. സേന സ്തംഭിച്ചു പോയി. പഴയ പോലെ വീണ്ടും എണ്ണത്തളികയിൽ താങ്കളുടെ 4 രൂപങ്ങൾ കാണിക്കുക, രാജാവ് സേനയോട് കൽപ്പിച്ചു. രാജാവ് ഇതെന്താണ് പറയുന്നത്? രാജാവിനെ സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടോ? സേന ആലോചിച്ചു. സേനയ്ക്ക് ഒന്നും മനസ്സിലായില്ല. രാജാവിനെ ചോദ്യം ചെയ്താൽ തല പോകില്ലേ? അതുകൊണ്ട് സേന ഒന്നും മിണ്ടിയില്ല. രാജാവ് തളികയിൽ എണ്ണ ഒഴിച്ച് അതിൽ നിഴൽ വീഴുന്ന തരത്തിൽ സേനയെ മാറ്റി നിർത്തി. സേന ഭഗവാനെ പ്രാർത്ഥിച്ച് അങ്ങനെ നിന്നു. അതാ എണ്ണത്തളികയിൽ ശംഖ് ചക്ര ഗദാഹസ്ത രൂപത്തിൽ 4 ശ്രീകൃഷ്ണ രൂപങ്ങൾ. ആശ്ചര്യപ്പെട്ട സേന പറഞ്ഞു, "രാജൻ, അത് എൻ്റെ ആരാധനാമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാനാണ്." സേനയുടെ ഭക്തി കൊണ്ട് എനിക്കും ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ കഴിഞ്ഞല്ലോ. രാജാവിനും സന്തോഷമായി. സഞ്ചിയിൽ കണ്ട സ്വർണ്ണ നാണയങ്ങൾ സേന ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. മുസ്ലിം രാജാവ് ശേഷിച്ച കാലം മഹാശ്രീകൃഷ്ണ ഭക്തനായി മാറിക്കഴിഞ്ഞു. സേനയെ പറ്റിയോ സേനയുടെ ജീവിതത്തെ പറ്റിയോ കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല. സേന കുറേ ശ്രീകൃഷ്ണ കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ട്. അവയിൽ പലതും ഇന്ന് മറാത്തിയിൽ പ്രചാരത്തിലുമുണ്ട്. സേനനാവിക്ക് ഹുഗ്ലിയിൽ ഒരു ക്ഷേത്രമുണ്ട്. തൻ്റെ ഭക്തനെ രക്ഷിക്കാൻ ഭക്തൻ്റെ രൂപത്തിൽ ഭഗവാൻ ബാർബറായി മാറി. മാത്രമോ ഒരു മുസ്ലിം രാജാവിനെ അദ്ദേഹം സേവനം ചെയ്യുകയും ചെയ്തു. ആ സേവനത്തിന് കിട്ടിയ പ്രതിഫലം തൻ്റെ ഭക്തൻ്റെ വീട്ടിൽ ഉപേക്ഷിച്ച് ഭഗവാൻ അപ്രത്യക്ഷനായി. ഇത്രയും കാരുണ്യം ചൊരിയാൻ ഭഗവാനെ അല്ലാതെ വേറെ ആർക്ക് സാധിക്കും? ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൽ.